കുഞ്ഞുങ്ങളെ, രാത്രി സമയത്ത് മിന്നാമിന്നി ആകാശത്ത് മിന്നി നടക്കുന്നത് കണ്ടിട്ടില്ലേ? എന്തൊരു ഭംഗിയാണല്ലേ. അതുപോലെ ഫ്രാൻസിലെ ഫിബ്രാക്കിൽ മിന്നിത്തിളങ്ങിയിരുന്ന ഒരു കൊച്ചു വിശുദ്ധയെക്കുറിച്ചാണ് ടീച്ചർ പറയാൻ പോകുന്നത്. ആ വിശുദ്ധയുടെ പേരാണ് വിശുദ്ധ കുഞ്ഞു ജെറമയൻ. 1579 അവൾ വിശുദ്ധിയും സമ്പത്തും നല്ല പ്രാർത്ഥനാ ചൈതന്യവുമുള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. നമ്മളൊക്കെ പലരും സമ്പത്ത് കൂടി വരുമ്പോൾ പ്രാർത്ഥനയുടെ കാര്യം മറന്നു പോകും അല്ലേ? എന്നാൽ അവരങ്ങനെയല്ലായിരുന്നു. ഫ്രാൻസിലെ ഫിബ്രാക്കിലെ നിവാസികൾ എല്ലാവരും എല്ലാ ഞായറാഴ്ചകളിലും പ്രാർത്ഥനയ്ക്കായിട്ട് ഇടവക പള്ളിയിൽ ഒരുമിച്ച് കൂടുമായിരുന്നു. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മളൊക്കെ മാതാവിനോട് നല്ലോണം പ്രാർത്ഥിക്കില്ലേ? കാരണം ഈശോയുടെ അമ്മയാണ് മാതാവ്. മാതാവ് വഴിയാണ് നമുക്ക് ഈശോയിൽ നിന്ന് പല അനുഗ്രഹങ്ങളും ലഭിക്കുന്നത്. ഫിബ്രാക്ക് നിവാസികളും മാതാവിന് ഉന്നത സ്ഥാനം നൽകിയിരുന്നു. അവരെന്നും മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. കുഞ്ഞു ജെറമയൻ ചെറുപ്പത്തിൽ തന്നെ വളരെ കൈ ശോഷിച്ച കുട്ടിയായിട്ടാണ് ജനിച്ചത്. പിന്നെ അവൾക്ക് കഴുത്തിൽ നീര് വന്ന് പൊട്ടുന്ന ഒരു അസുഖമുണ്ടായിരുന്നു. പിന്നെ അവളെ വളർത്തി വലുതാക്കിയത് രണ്ടാനമ്മയാണ്. അപ്പോൾ നമുക്കറിയാലോ, അമ്മയിൽ നിന്ന് കിട്ടേണ്ട പല സ്നേഹങ്ങളും അവൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. എങ്കിലും അവൾ വിശുദ്ധിയായിട്ടാണ് വളർന്നു വന്നത്. നമ്മളൊക്കെ തോട്ടത്തിൽ ഭംഗിയുള്ള പൂക്കളല്ലേ ഈശോയ്ക്ക് കാഴ്ച സമർപ്പിക്കുക. എന്നാൽ കുഞ്ഞു ജെറമയൻ സമർപ്പിച്ചത് എന്താണെന്ന് അറിയണ്ടേ? ആടുകളുടെ കൂടെയുള്ള താമസം, രണ്ടാനമ്മയുടെ സ്നേഹക്കുറവ്, ചെന്നായ്ക്കളുള്ള കാട്ടിൽ ആടുകളെ മേയ്ക്കൽ. എന്തായാലും കരുതുവാനും കാക്കുവാനും യേശു മാത്രം മതിയല്ലോ. കുഞ്ഞു ജെറമയൻ അങ്ങനെയാണ് വളർന്നു വന്നത്. ബാല്യത്തിൽ നമ്മൾ പല നല്ല കാര്യങ്ങളും ചെയ്യാറില്ലേ, കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ? അതുപോലെ കുഞ്ഞു ജെറമയൻ ചെയ്ത നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ടീച്ചർ പറഞ്ഞു തരട്ടെ. അവൾ കൂട്ടുകാരൊത്ത് ജപമാല ചെല്ലുമായിരുന്നു. പിന്നെ മാതാവിൻ്റെ ചിത്രത്തെ അലങ്കരിക്കുമായിരുന്നു പൂക്കൾ കൊണ്ട്. പിന്നെ ആടുകളെ മേയ്ക്കുന്ന സ്ഥലത്ത് നിന്ന് കല്ലുകൾ പറക്കിയെടുത്ത് ദേവാലയം പോലെ ഉണ്ടാക്കി അതിൽ പ്രാർത്ഥിക്കും. ദൈവം വസിക്കുന്ന ഭവനമല്ലേ ദേവാലയം. പിന്നീട് ഒരു കാര്യം കൂടി അവൾ ചെയ്യുമായിരുന്നു. ചുള്ളിക്കമ്പുകൾ പറക്കിയെടുത്ത് അതുകൊണ്ട് കുരിശുണ്ടാക്കും. കുഞ്ഞു ജെറമയൻ പരിശുദ്ധ കുർബാനയ്ക്ക് പ്രധാന സ്ഥാനം നൽകിയിരുന്നു. അതിൻ്റെ ശക്തിയും അവൾക്കും അറിയാമായിരുന്നു. ഒരു ദിവസം ഒരു സംഭവമുണ്ടായി. അവൾ ആടുകളെ മേയ്ക്കുന്നതിനിടയ്ക്ക് കുർബാനമണി മുഴങ്ങി. അവൾ അപ്പോൾ ആടുകളോട് പറഞ്ഞു, ഒരു വടി കുത്തി നിർത്തി, ഇതിന് ചുറ്റും മാത്രമേ മേയാവൂ, ഞാൻ തിരിച്ചു വരുന്നത് വരെ. അത്ഭുതമെന്ന് പറയട്ടെ, ആടുകൾ അങ്ങനെ തന്നെ ചെയ്തു എന്നാണ് പറയുന്നത്. മറ്റൊരവസരത്തിൽ അവൾ കുർബാനയ്ക്ക് പോകാൻ വേണ്ടി യേശു അവൾക്ക് അരുവിയുടെ നടുവിൽ കൂടെ വഴി ഒരുക്കി കൊടുത്തു. അവൾ ജീവിച്ചിരുന്നപ്പോൾ തന്നെ അവളെ വിശുദ്ധ എന്നാണ് പലരും വിളിച്ചിരുന്നത്. ഇത് തെളിയിക്കാനെന്ന മട്ടിൽ അവളുടെ മരണശേഷം അവളുടെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് ദൈവദൂതന്മാർ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. മാത്രമല്ല, ഇവളുടെ മരണവാർത്ത ഈ സംഭവങ്ങളും ദൂരെ താമസിച്ചിരുന്ന സന്യാസിമാർക്ക് ദർശനവും ലഭിച്ചു. അവർ അത് അന്വേഷിച്ച് ഇവളുടെ ഭവനത്തിൻ്റെ അടുത്തേക്ക് വന്നു. നമുക്കും ഇതുപോലെ ജ്ഞാനം 6:10 പറയുന്നത് പോലെ വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്ത് വിശുദ്ധരാകാൻ ശ്രമിക്കാം. രക്ഷ നേടാം. സ്വർഗത്തിൽ നമുക്ക് പരസ്പരം കാണാം അല്ലേ? നന്ദി.